നമസ്കാരം. എൻ്റെ ഈ വീഡിയോയുടെ തമ്പും ടൈറ്റിലും കാണുമ്പോൾ തന്നെ ചിലർക്ക് കുരുപൊട്ടുമെന്നും അവർ BJP-യിൽ നിന്നും സംഘപരിവാരിൽ നിന്നും നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് ഒരു ജനകീയ സമരത്തിനെതിരെ സംസാരിക്കുന്നു എന്നും പറഞ്ഞ് കുരുപൊട്ട് രംഗത്തിറങ്ങുമെന്നറിയാം. അത്തരക്കാർക്ക് സ്വാഗതം. പറ്റുമെങ്കിൽ ഇത് മുഴുവൻ കേട്ടിട്ട് കമൻ്റ് ഇടുക. ഇനി അല്ലാതെ തന്നെ തെറി വിളിച്ചിട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ അത് ചെയ്തേക്കുക. ഡിലീറ്റ് ചെയ്യാനൊന്നും ഞങ്ങളില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നത് ന്യായമായ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വലിയ വീഴ്ചയാണ് നീറ്റ് പരീക്ഷയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയേറെ സുപ്രധാനമായ ഒരു പരീക്ഷയിൽ ഇത്രയും വലിയ വീഴ്ച സംഭവിക്കാൻ പാടില്ല. ഈ വീഴ്ച അംഗീകരിക്കുകയും പുതിയ പരീക്ഷ നടത്തുകയും വീഴ്ച വരുത്തിയവരെ ജയിലിലാക്കുകയും ചെയ്തത് അഭിനന്ദനീയമാണെങ്കിലും ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടതായിരുന്നു. ഇനിയും ആ പിടിവാശി തുടരുന്നതിനോട് യോജിപ്പില്ല. എന്നാൽ അതിൻ്റെ പേരിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ഈ പാറ്റ സമരത്തെ അംഗീകരിക്കാൻ മനസ്സില്ല. രാജ്യം വലിയ വളർച്ചയുടെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് മോദി സർക്കാരിൻ്റെ ശ്രദ്ധ. ഈ രാജ്യത്തിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഉൽപ്പാദനം ഉണ്ടാവണം, അതായത് മാനുഫാക്ചറിങ് ഉണ്ടാവണം. ആ മാനുഫാക്ചറിങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആഭ്യന്തര ഉൽപ്പാദനത്തിനൊപ്പം മൾട്ടിനാഷണൽ കമ്പനികൾ ചെലവ് കുറഞ്ഞ ഉൽപ്പാദനത്തിന് വേണ്ടി ഇവിടെ എത്തണം. അങ്ങനെയാണ് ചൈന അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ വലിയ രാജ്യമായി മാറിയത്. ഡെങ് സിയാവോപിങ്ങിൻ്റെ കാലത്ത് ചൈന ഇത് ആരംഭിച്ചെങ്കിൽ നരസിംഹറാവു വേണ്ടി വന്നു ഇവിടെ തുടക്കം കുറിക്കാൻ. നരസിംഹറാവു തുടങ്ങി വെച്ച ആ മാറ്റത്തിന് വലിയ ഊർജം പകർന്നത് മോദി ഭരണമാണ്. അതുകൊണ്ട് തന്നെ മോദി ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ്. റെയിൽവേ ട്രാക്കുകൾ മാറുന്നു, ട്രെയിനുകൾ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു, നാടുനീളെ വലിയ തോതിൽ ദേശീയപാതകൾ നിർമ്മിക്കുന്നു, എയർപോർട്ടുകൾ നിർമ്മിക്കുന്നു. അങ്ങനെ അടിസ്ഥാന സൗകര്യം വികസിച്ചാൽ മാത്രമേ ഇവിടെ ഉൽപ്പാദനം ഉണ്ടാവൂ. ഇതിനോടൊപ്പം തന്നെ സുപ്രധാനമാണ് ഇവിടുത്തെ വർക്ക് ഫോഴ്സിൻ്റെ ട്രെയിനിങ്. അതായത് നമുക്ക് ആവശ്യത്തിലധികം ജനസംഖ്യയുണ്ട്, ആ ജനങ്ങളെ വിവിധ തൊഴിലുകൾ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ മോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും നൈപുണ്യ വികസനത്തിനുമാണ്. ഇതിനോടൊപ്പമാണ് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള നടപടികളും മുമ്പോട്ട് പോകുന്നത്. ലോകത്തിനെ ലീഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ കുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോവിഡ് ഉണ്ടാവുന്നത്. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി ലോകത്തിന് മുഴുവൻ ബാധകമായിരുന്നു, ഇന്ത്യക്ക് ബാധകമായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവയും പിന്നീട് ഇറാനിൽ നടത്തിയ യുദ്ധവും ഈ മുമ്പോട്ടുള്ള പോക്കിൻ്റെ ഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ചില കുബുദ്ധികളുടെ പിന്തുണയോടെ നടക്കുന്ന ഈ പാറ്റ കലാപത്തെ രാജ്യസ്നേഹി എന്ന നിലയിൽ പിന്തുണയ്ക്കാൻ പ്രയാസമാണ്. പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങളോട് എനിക്ക് വിയോജിപ്പില്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ അവസരം മുതലെടുത്ത് രംഗത്തിറങ്ങിയതിൽ തെറ്റില്ല. കാരണം അവരുടെ ലക്ഷ്യം മോദി ഭരണത്തെ മാറ്റി അവരുടെ ഭരണം കൊണ്ടുവരാനാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന അത് രാജ്യത്തെ തകർക്കാനാണ്. ആ വലിയ ഗൂഢാലോചനയെ തിരിച്ചറിഞ്ഞ മതിയാവും. പാശ്ചാത്യ ശക്തികൾക്ക് എക്കാലത്തും ഇന്ത്യ ഭീഷണിയാണ്. അവർ എക്കാലത്തും ആഗ്രഹിക്കുന്നത് മറ്റു രാജ്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ പോകണമെന്നാണ്. അവരുടെ താല്പര്യത്തെ ഹനിക്കുന്ന തരത്തിൽ തീരുമാനമുണ്ടാവരുതെന്നാണ്. അവരുടെ വിപണിയെ സംരക്ഷിക്കണം, അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ അവരെക്കാൾ ചെലവ് കുറഞ്ഞ് നമുക്ക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർ അതിന് ചില വിലക്കേർപ്പെടുത്തും. സാങ്കേതികവിദ്യ കൈമാറാൻ മടിക്കും. അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ചൈന അവരുടേതായ രീതിയിൽ വളർന്നതും അവർ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറിയതും. അതിനുള്ള ശ്രമം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് ഇവിടുത്തെ ജനസംഖ്യയാണ്. ഈ ജനസംഖ്യ ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നതുകൊണ്ടാണ് കാലാകാലങ്ങളായി ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനസംഖ്യ പെരുപ്പമാണ് എന്ന നുണ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. ആ നുണ ചൈനയ്ക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഒരു കുട്ടി എന്ന പോളിസി അവർ പിൻവലിച്ചു. ഇന്ത്യ ജനാധിപത്യ രാജ്യമായിരുന്നതുകൊണ്ട് ആ നുണയിൽ നമ്മൾ വീണുപോയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളൊന്ന് നമുക്കൊന്ന് എന്നൊക്കെ പറഞ്ഞ് കുടുംബാസൂത്രണം നടത്തി നോക്കിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ജനസംഖ്യയാണ്. ആ ജനസംഖ്യയെ ട്രെയിൻ ചെയ്തെടുത്താൽ രാജ്യം അതിശക്തമായി വളരും. പാശ്ചാത്യ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് ചെലവ് കുറഞ്ഞ മനുഷ്യ വിഭവശേഷിയില്ല എന്നതാണ്. ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളെയാണ് അവർ ഇതിനു വേണ്ടി ആശ്രയിക്കുന്നത്. സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാർ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പടരുകയും അവരെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. ഇവിടെ ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ രാജ്യം വളർന്നാൽ അവിടേക്ക് കുടിയേറിയവർ പോലും ഇങ്ങോട്ട് വന്നെന്ന് വരാം. എന്ന് മാത്രമല്ല, ചെലവ് കുറഞ്ഞ ഉൽപ്പാദനം ഇവിടെ ഉണ്ടാകുമ്പോൾ അമേരിക്കയിലെയും യൂറോപ്പിലെയും ലാഭക്കണ്ണുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ഉൽപ്പാദന മേഖല ഇങ്ങോട്ടാക്കി മാറ്റിയെന്ന് വരാം.
ഇതിനെ നേരിടാൻ വേണ്ടിയാണ് ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതൊന്നും ഫലപ്രദമാകില്ല. ട്രംപ് വിചാരിക്കുന്നത് ആപ്പിൾ കമ്പനി താരിഫിനെ ഭയന്ന് അവിടെ തന്നെ ഉൽപ്പാദനം നടത്തുമെന്നാണ്. പക്ഷെ ആപ്പിളിന് ഒരിക്കലും അത് മുതലാവില്ല. അവർ ഇന്ത്യയിലോ ചൈനയിലോ ഉൽപ്പാദിപ്പിക്കും, എന്നിട്ട് അമേരിക്ക ഒഴികെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യും. അമേരിക്കക്കാർക്ക് വേണ്ടത് മാത്രം അവിടെ ഉൽപ്പാദിപ്പിക്കും. അമേരിക്കക്കാർ ഒടുവിൽ സർക്കാരിനെ താഴെയിടും. കാരണം മറ്റുള്ളിടത്തുള്ളതിനേക്കാൾ വില കൂടിയ ഫോൺ അവർക്ക് വാങ്ങേണ്ടി വരും. ഇതാണ് ലോകത്തിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്ത്യ മുന്നേറുന്നത് കണ്ട് സഹികെട്ട് എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ അവർ നീക്കം നടത്തുന്നു. അവർക്ക് മോദിയെയും BJPയെയും ഭയമുണ്ടാവാൻ കാരണം പിന്നിൽ RSS ഉള്ളതുകൊണ്ടാണ്. എല്ലാ രാജ്യത്തെയും ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ഈ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയും. അതിനുള്ള പണവും സ്വാധീനവും അധികാരവും അവർക്കുണ്ട്. എന്നാൽ ഇവിടെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് RSS എന്ന ഹിന്ദുത്വ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ RSSന് അനുമതിയില്ലാതെ സുപ്രധാനമായ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ BJPക്ക് കഴിയില്ല. അതുതന്നെയാണ് പാശ്ചാത്യ ശക്തികളെ ഭയപ്പെടുത്തുന്നത്. ഇസ്രായേൽ പോലെ അപൂർവ രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതും അംഗീകരിക്കുന്നതും സഹകരിക്കുന്നതും. ബാക്കി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഭയമാണ്. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമാവണം ഇന്ത്യയിൽ എന്നവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ പല വിധത്തിൽ അവർ അട്ടിമറി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒടുവിൽ അവർ കണ്ടെത്തിയ വഴി സോഷ്യൽ മീഡിയയാണ്. കാലം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ ആണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ആ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയും. നമ്മൾ ശ്രദ്ധിക്കുക, ടിക്ടോക്ക് പോലെ ചൈന ചില ഇടപെടലുകൾ നടത്തിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഓർക്കൂട്ട് മുതൽ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റയും അടക്കം സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നതെല്ലാം അമേരിക്കൻ കുത്തകകളാണ്. അവർ സൃഷ്ടിക്കുന്ന അൽഗോരിതത്തിനപ്പുറത്തേക്ക് ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള ആശയങ്ങൾ ഇത്രയേറെ വൈറലായിരിക്കാൻ കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്കൻ ശക്തികളുടെ ഇടപെടലുണ്ട്. ഈ പാശ്ചാത്യ ശക്തികൾ അവർക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ വറുതിക്ക് നിർത്തുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല. ചരിത്രത്തിലുടനീളം അവർ നേരിട്ട് അവർക്ക് വഴങ്ങാത്തവരെ അട്ടിമറിച്ചത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇറാന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. 1953 മുഹമ്മദ് മുസാദെ എന്നു പേരുള്ള ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഇറാന്റെ എണ്ണ വിപണിയെ ദേശസാൽക്കരിക്കുന്നു. അന്ന് ആ എണ്ണയുടെ മേൽ നിയന്ത്രണം ബ്രിട്ടനായിരുന്നു. ബ്രിട്ടന്റെ ഇറാനിൽ ഉണ്ടായിരുന്ന ഒരു എണ്ണ കമ്പനിയുണ്ട്. ഈ കമ്പനിയും ഏറ്റെടുക്കുന്നു. ഇതോടുകൂടി ബ്രിട്ടൻ ആ ഭരണാധികാരിയെ അട്ടിമറിക്കാൻ നീക്കം തുടങ്ങുന്നു. അമേരിക്കൻ CIA സഹായത്തോടെ പട്ടാളത്തെ സ്വാധീനിച്ച് അട്ടിമറി നടത്തുന്നു. അങ്ങനെയാണ് ഷാ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരുന്നത്. ഷാ ഭരണകൂടം പാശ്ചാത്യ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഭരിച്ചത്. 1979 ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നത് വരെ ഷാ ഭരണകൂടം അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. ഇറാനിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് തുടക്കമിട്ടത് വാസ്തവത്തിൽ അമേരിക്കയും ബ്രിട്ടനുമാണ്. അതിനുശേഷവും ഇറാനെ അട്ടിമറിക്കാൻ എത്ര ശ്രമങ്ങൾ നടന്നു. മുഹമ്മദ് മൊസാദെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇറാന്റെ അസറ്റുകൾക്ക് അവർ നിരോധനം ഏർപ്പെടുത്തി, നേവൽ ബ്ലോക്കേഡുകൾ ഏർപ്പെടുത്തി, എണ്ണ വിൽപ്പന തടഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇറാനോട് അമേരിക്കയും സഖ്യകക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു രാജ്യത്തെ ദുർബലപ്പെടുത്താൻ, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പാശ്ചാത്യ ശക്തികൾ എക്കാലത്തും ശ്രമിച്ചിരുന്നു. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുമ്പോൾ താലിബാനെ പിന്തുണച്ചതും അവർക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന അമേരിക്കയാണ്. അന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്ത നേതാവാണ് ബിൻ ലാദൻ. 1953 ഇറാൻ അട്ടിമറിക്ക് ശേഷം 54 ഗാട്ടിമലയിൽ ജേക്കബ് അർബാന എന്ന നേതാവിനെ, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിനെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് അട്ടിമറിച്ചു. 1961 ഫിഡൽ കാസ്ട്രോയെ അട്ടിമറിക്കാൻ ക്യൂബയിൽ അമേരിക്ക വിമതരെ ഇറക്കി. 60-61 കാലത്ത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആദ്യ പ്രധാനമന്ത്രിയെ വധിച്ചത് ഈ പാശ്ചാത്യ ശക്തികളാണ്. 1963 വിയറ്റ്നാം പ്രസിഡന്റിനെ അട്ടിമറിച്ച് അമേരിക്ക നടത്തിയ നീക്കം പിന്നീട് അമേരിക്കയ്ക്ക് നാണക്കേടായെങ്കിലും അമേരിക്കയ്ക്ക് അതിന് സാധിച്ചു. 1973 സാൽവദോറിൽ അട്ടിമറി നടത്തി. 1989 പനാമയിലായിരുന്നു അട്ടിമറിയെങ്കിൽ പിന്നീട് നമുക്കറിയാം സദ്ദാം ഹുസൈനെയും കേണൽ ഗദ്ദാഫിയെയും ഒക്കെ അട്ടിമറിച്ചത് എങ്ങനെയാണെന്ന്. അവർക്കെതിരെയൊക്കെ ഉയർത്തിയ ആരോപണം പിന്നീട് എന്തായി? എന്നാൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും എളുപ്പമായി സോഷ്യൽ മീഡിയ കാലത്ത് വിമതർക്ക് ട്രെയിനിങ് ചെയ്യേണ്ട, പട്ടാള അട്ടിമറിക്ക് ഇറങ്ങേണ്ട, പകരം വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടാൽ മതി. വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമാണ്. അവരുടെ ആവേശകാലത്ത് അവരെ ഇളക്കി വിടുക എന്നത് ഇവരുടെ രീതിയായി. ഈ രീതിയുടെ പരീക്ഷണം ആരംഭിച്ചത് അറബ് വസന്തം എന്ന പേരിലുള്ള കലാപകാലത്താണെങ്കിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ അത് ഫലപ്രദമായി നടപ്പിലാക്കിയത് 4 വർഷം മുമ്പ് 2022 ശ്രീലങ്കയിലാണ്.
24 ബംഗ്ലാദേശിലും 25 നേപ്പാളിലും അവർ ഫലപ്രദമായി വിജയം കണ്ടു. ഈ രാജ്യങ്ങളിലൊക്കെ അഴിമതി ഉണ്ടായിരുന്നു, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തികൾ അതാതിടങ്ങളിൽ ഭരണാധികാരികൾ ചെയ്തിരുന്നു എന്നതൊക്കെ വാസ്തവമാണെങ്കിലും ആ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് ആ കലാപത്തിന് അനുകൂലമായ അൽഗോരിതം സൃഷ്ടിച്ച് അവരെ പിന്തുണച്ചത് ഈ പാശ്ചാത്യ ശക്തികൾ തന്നെയാണ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ബംഗ്ലാദേശിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത് എന്ന് മറച്ചുവെക്കുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ അവിടെ ഹനിക്കപ്പെടുകയാണ്. എന്നാൽ ഇത്തരക്കാർക്ക് കുടപിടിക്കുന്ന പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലോ ഇത്തരം കലാപങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ശിഥിലീകരിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ പാറ്റ വിപ്ലവം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാവപ്പെട്ട വിദ്യാർത്ഥികൾ നിഷ്കളങ്കമായി ഇറങ്ങിപ്പുറപ്പെടുന്നതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ. എന്നാൽ ഇത് ജനാധിപത്യത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, ഇതിന് വികസനം തടയാനുള്ള ഗൂഢാലോചനയാണ്. വിദ്യാർത്ഥികളെ മർദ്ദിച്ച് ജയിലിൽ അടച്ച് അവരെ ഇല്ലാതാക്കിയല്ല ഇതിനെ നേരിടേണ്ടത്. പക്ഷേ ഈ കലാപത്തിന് കീഴടങ്ങി കൊടുത്താൽ ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കും. അത് സ്വപ്നം കാണുന്ന പലരുമുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും കലാപമുണ്ടായിട്ടും ഇവിടെ ഉണ്ടാവാത്തത് എന്ന് ചോദിച്ച് BBC ലേഖനം എഴുതിയത് മറന്നു പോകരുത്. അവരൊക്കെ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഇതാണ്. അവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പാറ്റ വിപ്ലവം തുടങ്ങി എന്ന് ഇവരൊക്കെ വിളിച്ചു കൂവുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് തിരിച്ചറിയണം. പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇതൊന്നും അറിയാതെയാണ് ഇതിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യരുത്. ഇതിന് പിന്നിലുള്ള ഗൂഢശക്തികളെ തിരിച്ചറിയുകയും അവയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അതേസമയം ഇവർ ഉയർത്തുന്ന ജനാധിപത്യപരമായ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു വേണം ഈ വിഷയം പരിഹരിക്കാൻ.